ഹലോ, നമ്മൾ എറണാകുളത്തിൻ്റെ ബാക്കി വിശേഷങ്ങൾ വീഡിയോ ഇട്ടില്ലല്ലോ. അപ്പോൾ ഇത് അന്നത്തെ ദിവസം തന്നെ രാത്രിയിലെടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പം രാത്രിയിലെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നേരെ പോയത് മറൈൻ ഡ്രൈവിൽ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ സ്റ്റേ ചെയ്തതിന് തൊട്ടടുത്ത് തന്നെ മറൈൻ ഡ്രൈവ് ആയതുകൊണ്ടാണ് അവിടെ തന്നെ പോയത്. അപ്പം നൈറ്റ് വൈബ് ഒന്നുകൂടെ ആസ്വദിക്കാമെന്ന് പറഞ്ഞിട്ട് പോയത് കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്താണ് കണ്ട കാഴ്ച എന്ന് അറിയുമോ? അവിടെ ഫുള്ള് ഇങ്ങനെ കാഷ്ടം കേട്ടോ. അതായത് നമ്മുടെ കിളിയില്ലേ, കിളിയുടെ കാഷ്ടം ഫുള്ള് നിറഞ്ഞിട്ട് വല്ലാത്തൊരു സ്മെല്ല് കേട്ടോ. പിന്നെ നമുക്ക് ആരെയും ഒന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല, ഫുള്ള് സ്മെല്ല്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ തലയിൽ കാഷ്ടിച്ചു. അവിടെ കൂടെ പോയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എല്ലാവരും ഇതിനാ തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്ന് ഓരോ ബോട്ടിൽ വെള്ളം വാങ്ങി കഴുകലായിരുന്നു. അപ്പം ഞങ്ങൾ ആലോചിക്കുമായിരുന്നു ഓരോ ക്യാന് വെള്ളം വാങ്ങി വെച്ച് നമുക്കും കച്ചവടം ചെയ്യായിരുന്നു. അമ്മ അതിൽ കാഷ്ടിക്കലായിരുന്നു കേട്ടോ കിളികൾ. പിന്നെ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കുറേ നേരം അതിങ്ങനെ കഴിച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്ക് കറൻറ്റ് ഐസ്ക്രീം എന്ന് പറയുമ്പോൾ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പിന്നെ വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് നടക്കുകയാണ്. കാരണം ആടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് ഫ്രീ ആയതാണ് കേട്ടോ. അങ്ങനെ വെറുതെ നൈറ്റ് വൈബ് ഇങ്ങനെ ആസ്വദിച്ചിട്ട് വെറുതെ തേരാപ്പാറ എങ്ങോട്ടാ പോകേണ്ടതെന്ന് വെച്ചിട്ടില്ലേ, വണ്ടിയില്ലല്ലോ. വണ്ടിയിൽ അതാണ് മെയിൻ ഇഷ്യൂ എന്ന് പറയുമ്പോൾ. അപ്പോൾ അവൻ്റെ അടുത്തൊക്കെ തന്നെയുള്ള ഫാൻസികളിൽ കയറി ജസ്റ്റ് നോക്കാൻ വേണ്ടി കയറിയതാ. അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഇന്ന് പോവാണ് കേട്ടോ. അപ്പം നമുക്കിന്ന് സമയം 11 മണി, ഞങ്ങളുടെ ചെക്കൗട്ട് ടൈമാണ്. അപ്പോൾ ഞങ്ങൾ ഇതാ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ, ഇറങ്ങുകയാണ്. ഓക്കെ, അപ്പം ഇനി പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യണം. എന്നിട്ടാണ് ബാക്കി ട്രെയിൻ ടൈം ആയിട്ടില്ല, ഇന്ന് പോകണം. ട്രെയിൻ ടൈമൊക്കെ നോക്കിയിട്ട് ഇന്ന് പോകുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അസ്യൂഷ്വൽ എന്നത്തെയും പോലെ തന്നെ നമ്മുടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലെ പൂരി മസാല മസാല ദോശ ഇത് തന്നെയായിരുന്നു കേട്ടോ എന്നത്തെയും ഭക്ഷണം എന്ന് പറയുമ്പോഴത്തേക്ക്. അവിടെ എന്തോ നമ്മൾ കൈവശം തന്ന മാതിരി എന്നും അവിടെ പോയി ഇത് തന്നെയാണ് ഞങ്ങളുടെ ഫുഡ്. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ മെട്രോയിൽ കയറാമെന്ന് കരുതി, ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യണം. അങ്ങനെ അവിടെ ഒരു മെട്രോയിൽ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കയറുന്നത്. അങ്ങനെ മെട്രോയിലെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോവുകയാണ്. മെട്രോ ഇതെപ്പോഴാണ് ഇങ്ങനെയൊന്നും ഇതിൻ്റെ കയ്യും കണക്കൊന്നും ഞങ്ങൾക്ക് അറിയില്ല. എന്നാലും ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് എന്നൊക്കെ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ നടക്കാൻ കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് തന്നെ ഏകദേശം മെട്രോ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഇത് കാണുന്നതൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. മുകളിൽ കൂടെ പോകുന്നു മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, ഇതിനകത്ത് കയറുന്നു അതുപോലെ തന്നെ. അങ്ങനെ നല്ലതാട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് കാത്തു നിൽക്കേണ്ട, പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും, അങ്ങനെ ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി, അവിടുന്ന് ലിഫ്റ്റിൽ കയറി ഇറങ്ങിയിട്ട് ഞാൻ പോകുന്ന വഴിക്ക് എനിക്ക് തിരിച്ചു പോകുമ്പോൾ എനിക്ക് ട്രെയിനിൽ നിന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് നോക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ബുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ നാളെ കാണാം, ബൈ.